ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാർത്ത നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമുക്കറിയാവുന്നതാണ്, സ്കൂൾ തുറന്നു. അപ്പോൾ കുട്ടികളൊക്കെ പുത്തൻ ഉടുപ്പും ബാഗും ഒക്കെ ഇട്ട് അല്ലേ സ്കൂളിലേക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് സാധാരണ നമ്മൾ കാണാൻ. അപ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ദുരിതം അനുഭവിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ അവരെക്കുറിച്ചുള്ള ഒരു പത്രവാർത്തയാണ്. നമുക്ക് നോക്കാം. ഒരു വീടാണ് കേട്ടോ. മുട്ടത്തറ കല്ലുമുടിലെ ഈ വീടിന് മുന്നിൽ കൂടി പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞ പുതിയ ബാഗും തൂക്കി പുസ്തകങ്ങളുമായി മറ്റു കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അതെല്ലാം നോക്കി മാത്രം നിൽക്കേണ്ടി വരുന്ന രണ്ട് കുട്ടികളുണ്ട് ഈ വീടിന്റെ ഉള്ളിൽ. അവർക്ക് സുരക്ഷിതമായ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നിഖിലയുമാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനിയത്തിയോ? നിങ്ങൾക്ക് ഇതുവരെ ബുക്ക് പോലും വാങ്ങാൻ പറ്റിയില്ല എന്നറിയും. എന്താണ്? ഇതുവരെയായിട്ട് ബുക്ക് പോലും വാങ്ങിക്കാനും പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിലും പോയിട്ടില്ല. ചുവന്ന വീട്ടിലൊക്കെയാണ് ഞങ്ങൾ കിടക്കുന്നത്. അനിയത്തി ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണല്ലേ? HM ടീച്ചറാണ് ഞങ്ങളെ കുറച്ചെങ്കിലും സഹായിക്കുന്നത്. 8 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ എൻ്റെ അമ്മ, അനിയത്തി, ഞാൻ, എൻ്റെ ഒരു സുഖമില്ലാത്ത അമ്മ. അമ്മയ്ക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നതാണോ? എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഇതിലെ വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാവുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ, കുട്ടികൾക്കെതിരായ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ആൺകുട്ടികളും സേഫ് ഒന്നല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി, സാമ്പത്തികമായിട്ട് അത്രയും മോശാവസ്ഥയിലുള്ള, ആരും സഹായത്തിനില്ലാത്ത, ഒരു അടച്ചുറപ്പുള്ള വീടില്ലാത്ത അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന, കഴിഞ്ഞ കൊല്ലം സ്കൂൾ പോലും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും സംഭവം ആലോചിക്കട്ടോ. സ്കൂളിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഇക്കൊല്ലം +2 ഒരു കുട്ടി, അതുപോലെ 7ാം ക്ലാസ്സിലെ ഒരു കുട്ടി, +2 ഒരു കുട്ടി, അവരുടെ അമ്മ, അതേപോലെ അസുഖബാധിതയായ മുത്തശ്ശി, ഇവരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ ദുരിതക്കഥയാണ് ഈ വാർത്തയിലുള്ളത്. അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അയൽക്കാരൊന്നുമില്ലേ? നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു സംഗതിയെങ്കിൽ നമ്മൾ കയറി ഇടപെടൂലേ? അവർ സഹായിക്കൂലേ? ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനും കരിപ്പടിയും ഒക്കെ ഇങ്ങനെയുള്ള കുറേ വ്ളോഗേഴ്സും കുറേ ലോട്ടറി എടുക്കലും മറ്റേ പരിപാടി അതും ഇതൊക്കെ ആയിട്ട് കുറേ സംഗതികൾ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്. കോടികളുടെ ഏർപ്പാടുകൾ. ഇവിടെ കോടികളൊന്നും വേണ്ട. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും, അവർക്ക് അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരൊന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് 3 നേരം ഭക്ഷണം കഴിക്കാനും ഒരു അടച്ചുറപ്പുള്ള വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റൂലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇനിഷ്യേറ്റീവ് എടുത്തോടെ നിൽക്കുന്നു. ശരിയാണ്. എന്നാൽ നമുക്ക് എല്ലാവരും കൂടി ഒന്ന് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇവരെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെയുള്ള വാർഡ് മെമ്പർ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ അയൽക്കാർ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവരെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് ഒരു സമാധാനം കിട്ടുന്ന, സുരക്ഷിതമായിട്ടുള്ള, സ്കൂളിലേക്ക് പോകാൻ പറ്റുന്ന, ഇവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ല, അപ്പോൾ ആ ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വിചാരിച്ച് നടക്കൂലേ? അപ്പോൾ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റൂലേ? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാവുന്ന സ്കൂളിൽ നിന്ന് പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്, അതേപോലെ കുറേ സൗകര്യങ്ങൾ ആളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. കുറേ ആർക്കെങ്കിലുമൊക്കെ ഈ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കൂലേ? ഇതിൻ്റെ ബാക്കി ഇവരെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടോ. പോയിക്കൊണ്ടിരുന്നു, പ്രസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇപ്പം എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് അസുഖമില്ലാതെ മരിച്ചപ്പോൾ അതുവരെ ഞാൻ ജോലിക്കും അച്ഛനും ജോലിക്കും തന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോൾ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഇതായിട്ട് എനിക്കിപ്പോൾ പോകാൻ പറ്റാതെ നിൽക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ഭക്ഷണത്തിന് പോലും ആരും സഹായിക്കുന്നുമില്ല. അനേക ദിവസം പട്ടിണി തന്നെയാണ് കിടക്കുന്നത്. പഠിക്കാൻ ആഗ്രഹമുണ്ട്. പട്ടിണിയാണ്. ഒരു കാര്യം ആലോചിക്കുക, നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ എത്ര ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഞാൻ എല്ലാവരുടെയും അവസ്ഥയല്ല പറഞ്ഞത്, സാധാരണ ഇതിൽ അല്ലേ. അതായത് നമുക്ക് വേണ്ടതിലും അപ്പുറത്തേക്ക് ഭക്ഷണം നമ്മൾ കഴിച്ചിട്ട് എന്നിട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞില്ലേ പട്ടിണിയാണ്, ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ? പഠിക്കാനാണ് ആഗ്രഹം, ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല, ജീവിക്കാൻ എന്തെങ്കിലും ഒരു സർക്കാർ ജോലി, അത്രയേ ഉള്ളൂ. അമ്മയും 2 പെൺമക്കളും അടങ്ങിയ ഒരു കുടുംബം താമസിക്കുന്നത് ഈ വീട്ടിലാണ്. വീടിന്റെ അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവും. ഒരു അടച്ചുറപ്പില്ലാത്ത വീടാണ്.
വീടിൻ്റെ ഒരു വശം മുഴുവൻ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലുമാണ്. അതും ബന്ധുവീടാണ്, അവരുടെ സ്വന്തം വീട് പോലുമല്ല. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അവർ. കാരണം ഈ 2 കുട്ടികൾക്കും പഠിക്കണം. അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് 3 നേരത്തെ ഭക്ഷണം കഴിക്കാനും സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം നേടാനുമുള്ള ഒരു അവസരമാണ് ആ കുട്ടികളും ഈ മാതാവ് കാത്തിരിക്കുന്നത്. അനൂപിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അപ്പോൾ ഇതാണ് ന്യൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കുറേ ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട, ആളും 1 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100 പേര് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ അവിടെ തന്നെ കിട്ടും. അതേപോലെ ആ നാട്ടുകാർ ഒരു 100 രൂപ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എത്ര കാശ് 1000 രൂപ, 1500, 2000, 2 ലക്ഷം, 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാശ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലരും ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നും വേണ്ട, ആളും വരെ 100 രൂപയെങ്കിലും ഇവരുടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആളും വരെ 100 രൂപ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു എമൗണ്ട് ആയിരിക്കും. ആദ്യം അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് ആ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക. അതുപോലെ അവർ ആ വീട് അടച്ചുറപ്പുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഒന്ന് മാറ്റിയവർ എത്രയും പെട്ടെന്ന്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇവിടെ രാത്രിയൊന്നുമില്ല, പകൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അവരെ നോക്കാൻ ആരാ അവിടെ ഉള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജാതി മതവും ഒന്നും നോക്കാണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ അതിൽ ജാതി മതവും രാഷ്ട്രീയം കുത്തിക്കലർത്തിയിട്ടാവും പലരും വരുന്നുണ്ടായിരിക്കും. നമ്മളതൊന്നും നോക്കാണ്ട് മനുഷ്യർ എന്നുള്ള ലെവലിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഈ കാതർകരിപ്പൊടി, അവരെ കുറിച്ച് പറയുന്നതല്ല കേട്ടോ, നമ്മൾ ആ സ്കാമിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉഡായിപ്പ് പരിപാടികളെ കുറിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അവർ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കും അവരെ സഹായിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിലുണ്ട് അല്ലേ, നമ്മൾ അവരെ മറക്കാതിരിക്കുക എന്നതാണ് എനിക്ക് പറയുന്നത്. നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വീട്ടിൽ സുരക്ഷിതമായ വീടുകളിലുള്ള ആളുകൾ ഇങ്ങനെ ദുരിതമനുഭവിക്കുന്നുണ്ട് പല രീതിയിൽ. ഇപ്പോൾ വീട്ടിലായിരിക്കും അസുഖം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഉപ്പാന് ക്യാൻസർ, ഉമ്മാന് ക്യാൻസർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ അച്ഛൻ കള്ളുപിടിച്ച് വന്നിട്ട് കച്ചറ ഉണ്ടാക്കണം, അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ ഉമ്മാന് വേറെ റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ട്രോമ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ PTA ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നുള്ളൂ. PTA എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാവും? എന്തിനാണ് ഈ PTA ഉണ്ടാക്കി വെച്ചിരുന്നതെന്ന് മനസ്സിലാവാത്തത്? സ്കൂളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഇത് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ സാധിക്കുമല്ലേ? എത്ര രൂപ കൊടുക്കണം ആ കുട്ടീനെ സ്പോൺസർ ചെയ്യണമെങ്കിൽ? അത്ര വലിയ എമൗണ്ട് ഒന്നും ആവില്ല, കാരണം വിദ്യാഭ്യാസത്തിനല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നന്മയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. വീട് വെച്ച് കൊടുത്തു, കുട്ടിയെ സ്പോൺസർ ചെയ്തു അല്ലേ, വസ്ത്രമായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ മുൻകൈ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.